ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇന്നലെ വീഡിയോ ഇട്ടതിൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് ലെങ്തായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ചത് കേട്ടോ. പിന്നെ നിങ്ങൾ വെറുതെ എന്തിനാ ബോറടിപ്പിക്കുന്നത് അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇങ്ങോട്ടേക്ക് അധികം ഉണങ്ങിയിട്ടില്ല, അങ്ങോട്ട് മാത്രം നല്ല പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. പക്ഷേ ഇന്ന് ഏട്ടൻ സാധാ ഇടുന്നതിനേക്കാളും കൂടുതൽ ഇട്ടു കേട്ടോ. അതുകൊണ്ട് നമുക്ക് വലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കാപ്പിയല്ലേ, കാപ്പിയിൽ വഴുതി വീഴാൻ ചാൻസ് കൂടുതലാണ്. സത്യം പറഞ്ഞാൽ ഏട്ടനും അത് ശ്രദ്ധിച്ചില്ല. പിന്നെ ഇട്ടത് മാറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഉള്ളത് വലിച്ചുകൊണ്ട് പോയത്. പക്ഷെ കാപ്പിയിൽ നല്ലോണം തെന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുവിധം കഴിഞ്ഞു. ഇനിയിപ്പം ബാക്കി ഉണക്കാനുള്ളത് ഏട്ടനെ ഏൽപ്പിച്ചു. ഇനി എനിക്ക് കുറച്ച് അലക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ചീര നുള്ളാൻ. നിങ്ങളെന്താ പറയുകയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇതുപോലെ തന്നെയാണോ പറയുക? പിന്നെ നാളെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ചീര നുള്ളാനുണ്ട്. ചിലർ ചീര പറിക്കുക എന്നൊക്കെ തോന്നുന്നു കേട്ടോ പറയുന്നത്. അപ്പോൾ അത് അലക്കിയിട്ടൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ചീരത്തോട്ടം ഇതാണ് കേട്ടോ. നമ്മുടെ കോഴികളെ കൊണ്ട് ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വലയും അതിൻ്റെ കൂടെ തന്നെ സാരിയൊക്കെ കെട്ടിയത്. കണ്ണ് വെട്ടിച്ച് മെല്ലെ കയറി കളയും കേട്ടോ. എന്നിട്ടുള്ള ഇല മൊത്തം തിന്ന് തീർക്കുകയെ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ചീരയൊക്കെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ചീരയൊക്കെ ഒന്നും കൂടി നനച്ച് കൊടുത്തു. ഇത് ചെറിയ ചെറിയ വിറകാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കത്തിക്കുമ്പോഴേക്കും പെട്ടെന്ന് പാളി കത്തി തീർന്നു പോവുകയെ. അതുകൊണ്ട് തന്നെ കുറച്ചധികം വിറക് വേണം കേട്ടോ. അപ്പോൾ വൈകുന്നേരം തീ കത്തിക്കാൻ വേണ്ടി വിറകെടുക്കാൻ വന്നതാണ്. ഇത് വൈകുന്നേരത്തിന് നാളെ രാവിലേക്കും കൂടിയുള്ള വിറകാണ് കേട്ടോ. 2 പ്രാവശ്യമൊക്കെ കൊണ്ടിട്ടാൽ മതി. പക്ഷേ എനിക്ക് കുറച്ച് തിരക്ക് കൂടുതലായതുകൊണ്ട് ഞാൻ ഒറ്റ പ്രാവശ്യം തീർത്തതാണേ. വൈകുന്നേരം തീയൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ വെച്ചു. ഇനിയിപ്പോൾ മക്കൾ വരാനായി. ഇപ്പം ഇനി അച്ഛനെ കുളിക്കണം. ഇന്ന് പണിക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ചായ വേണം. അപ്പോൾ എല്ലാവർക്കും കൂടിയുള്ള ചായ ഞങ്ങൾക്കുള്ളതും കൂടി ഒന്നിച്ചാണ് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചീര അതാ കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് വെള്ളം വാലാൻ വെക്കണം. അപ്പോൾ നാളെ ആകുമ്പോൾ നമുക്ക് വേഗം അത് മുറിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. രാവിലെ തന്നെ കോഴിക്കൂട്ടിൽ എന്താ പരിപാടി എന്നല്ലേ? കോഴിക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി വന്നതാണേ. കോഴിക്ക് എന്താണെന്നറിയില്ല, ഒരു ഉറക്കം തൂങ്ങൽ പോലെ തോന്നി. അപ്പോൾ ഒന്നിന് തോന്നിയപ്പോൾ പിന്നെ എല്ലാത്തിനും അങ്ങ് മരുന്ന് കൊടുത്തു കേട്ടോ. ഇത് കോഴീൻ്റെ കാലിൽ മുടിയും നാരും ഒക്കെ കുടുങ്ങിക്കിടക്കുന്നതാണ് കേട്ടോ. നമ്മളുടെ ഒരു ശ്രദ്ധക്കുറവ് മതി നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ അല്ലേ. ഈ കോഴിക്ക് മുടിയൊക്കെ കുടുങ്ങിയിട്ട് 2 കാലിലും കുടുങ്ങിപ്പോയി. അപ്പോൾ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ പിടിക്കാൻ കിട്ടിയില്ല. ഇന്നലെ ഒരു കാലിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നോക്കുമ്പോൾ 2 കാലിലും ചുറ്റി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അഴിച്ച് കോഴിക്കൊക്കെ മരുന്നൊക്കെ കൊടുത്തു. വീഡിയോ എടുത്തത് റെഡി ആയില്ല കേട്ടോ. ഒരു കോഴി ഞങ്ങളെ പറ്റിച്ചിട്ട് പറന്നുപോയേ. ബാക്കി എല്ലാത്തിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുറച്ച് തോർത്ത് അലക്കാനുണ്ട് കേട്ടോ. അപ്പോൾ മാസത്തിലൊരിക്കൽ ഇതുപോലെ പിന്നെ സോപ്പ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ടാണ് അലക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലെ അഴുക്കും ചെളിയും പിന്നെ എണ്ണയും ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വേഗം അലക്കുമ്പോൾ പോയി കിട്ടും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാനും എളുപ്പമാണ്.
തോർത്തെല്ലാം ഇട്ട് കഴിഞ്ഞപ്പം എന്താ ഒരു സമാധാനക്കേട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി സോപ്പ് പൊടി ഇട്ടു. ഇനി ഇതിവിടെ കുറച്ച് നേരം തിളയ്ക്കട്ടെ. ഇത് തിളയ്ക്കുമ്പോഴേക്കും എനിക്ക് കുറച്ച് പുറത്ത് പണിയുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം വറ്റിപ്പോകണ്ടെന്ന് വിചാരിച്ചു കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ പോയത്. വെയിൽ വരുമ്പോഴേക്കും മുറ്റടിക്കാനുണ്ട്. ഇപ്പോൾ ഇല കൊഴിയുന്ന സമയമല്ലേ, അപ്പം റബ്ബറിൻ്റെയൊക്കെ ഇല നല്ലോണം ഉണ്ട് കേട്ടോ മുറ്റത്ത്. റബ്ബറിൻ്റെ മാത്രമല്ല എല്ലാ മരത്തിൻ്റെയും ഇലയുണ്ട്, കൂടെ വിറകിൻ്റെയും എല്ലാം കൂടി നല്ല പൊടിയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ തോർത്തൊക്കെ ഒന്ന് അലക്കിയിട്ടു. ഉച്ചയായപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞതായിട്ടൻ റബ്ബർ ഷീറ്റ് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. വന്നപ്പോൾ ഒരു ചെറിയൊരു സർപ്രൈസുമായിട്ടാണ് വന്നത്. കുറേ ദിവസമായി നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ കേടായിട്ട് കേട്ടോ. 2 പ്രാവശ്യം നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത് സ്വിച്ച് ഓൺ ആവുന്ന കൂടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ വേറെ ഒന്ന് വാങ്ങിക്കൊണ്ട് വന്നു. ഇത്ര കാലം ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ചിട്ട് അതില്ലാണ്ടായപ്പോൾ എന്തോ പോലെ. വി-ഗാർഡിൻ്റെ ഇൻഡക്ഷൻ കുക്കർ കേട്ടോ വാങ്ങിയത്. അങ്ങനെ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിലെ ഉദ്ഘാടനവും കഴിഞ്ഞു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.